ഇന്നത്തെ ദൈവശാസ്ത്ര ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഏറ്റവും ഹൃദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ദൈവശാസ്ത്രത്തിൽ സഭാവിജ്ഞാനീയവുമായി ബന്ധപ്പെട്ട വിഷയം, പ്രത്യേകിച്ച് പൗലോസ്ലീഹായുടെ സഭാവിജ്ഞാനീയം. എന്താണ് പൗലോസ്ലീഹ സഭയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിലൂടെ, അദ്ദേഹം നമുക്കറിയാം പല ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഓരോ ലേഖനങ്ങളിലും അദ്ദേഹത്തിൻ്റെ സഭാവിജ്ഞാനീയം വളർന്ന് വികസിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സഭയെന്നുള്ള വാക്ക് വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹം എന്ന് പറയുന്ന എക്ലേസ്യ എന്ന് പറയുന്ന ആ ഗ്രീക്ക് പദമോ അല്ലെങ്കിൽ കഹാൽ എന്ന് പറയുന്ന ഹീബ്രു പദമോ, അതിൻ്റെ അർത്ഥം ദൈവത്താൽ വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹം എന്ന് തന്നെ. ഈ സമൂഹത്തിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ രണ്ട് മൂന്ന് അർത്ഥങ്ങൾ. യേശുവിൽ വിശ്വസിക്കുന്നവരുടെ പ്രാദേശിക സമൂഹം, ആ പ്രദേശത്തെ സഭ, അങ്ങനെ ഒരു ആശയമുണ്ട്. അതോടൊപ്പം യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരെയും പൊതുവായി ഉദ്ദേശിക്കുന്ന സംജ്ഞ എന്ന് പറയുന്ന സഭ എന്ന വാക്ക്. അതോടൊപ്പം സംഘടിതമായ ഏതാനും വ്യക്തികൾ ഒന്നുചേരുമ്പോൾ ആ ഒരു കൂട്ടായ്മയ്ക്ക് സഭയെന്ന് പറയാറുണ്ട്. പ്രാദേശിക സമൂഹമെന്നും അതോടൊപ്പം തന്നെ മുഴുവൻ ക്രൈസ്തവ സഭയെയും വിശ്വസിക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്നത്. അതോടൊപ്പം മൂന്നാമതായിട്ട് നമ്മൾ കണ്ടെത്തുക ഒരു കൊച്ചു സമൂഹം, കുറച്ചാളുകളുടെ കൂട്ടത്തെ സഭയെന്ന് പറയാറുണ്ട്. പൗലോസ് ഈ മൂന്നർത്ഥത്തിലും സഭയെന്ന് വാക്കുപയോഗിക്കുമ്പോൾ ഈ മൂന്നർത്ഥത്തിലും ഉപയോഗിക്കുന്നതായിട്ട് കണ്ടെത്താനായിട്ട് പറ്റും. ആഗോള സഭ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സഭ മുഴുവനെയും, അതോടൊപ്പം പ്രാദേശിക സഭാ സമൂഹങ്ങൾ, കൊറിന്തോസുകാർ എന്ന് പറയുന്ന സഭാവിഭാഗം, റോമാ സഭാവിഭാഗം, ഗലാത്യക്കാർ, ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ ഈ സഭാ സമൂഹങ്ങളെ ഓരോന്നിനെയും അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നതായിട്ട്, കൊച്ചു കൂട്ടായ്മകളെയും സഭയെന്ന് വിളിക്കുന്നതായിട്ട്, സമൂഹത്തെ സഭയെന്ന് വിളിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പസ്തോല പ്രവർത്തനത്തിൽ 8-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ സഭയെക്കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പൗലോസിൻ്റെ ലേഖനങ്ങൾ ഉടനീളം ഈ സഭയെന്ന വാക്ക് അദ്ദേഹം വീണ്ടും വീണ്ടും പലപ്രാവശ്യം എടുത്തെടുത്ത് ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് കാണും. അവിടെയെല്ലാം വ്യത്യസ്തങ്ങളായ പ്രതീകങ്ങളും ഉപമകളും അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് ഈ സഭയെന്ന ആശയത്തെ വിശദീകരിക്കാനായിട്ട്. അപ്പസ്തോല പ്രവർത്തനം 8-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് സാധിക്കുക, തീർച്ചയായും പൗലോസ് ഉദ്ദേശിക്കുന്ന ആശയം തന്നെ അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ ഈ 8-ാം അധ്യായത്തിലെ വചനഭാഗത്ത് നമുക്ക് കണ്ടെത്താൻ പറ്റുകയാണ്. 1 മുതലുള്ള വാക്യങ്ങൾ: സാവൂൾ ഈ വധത്തെ അനുകൂലിച്ചു. അന്ന് ജെറുസലേമിലെ സഭയ്ക്കെതിരായി വലിയ പീഡനം നടന്നു. അപ്പസ്തോലന്മാരൊഴികെ മറ്റെല്ലാവരും യൂദയായുടെയും സമരിയായുടെയും ഗ്രാമങ്ങളിലേക്ക് ചിതറിപ്പോയി. വിശ്വാസികൾ സ്തേഫാനോസിനെ സംസ്കരിച്ചു. അവനെ ചൊല്ലി അവർ വലിയ വിലാപം ആചരിച്ചു. അപ്പോൾ വീണ്ടും പറയുകയാണ്, എന്നാൽ സാവൂൾ സഭയെ നശിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു. ജെറുസലേമിലെ സഭയ്ക്കെതിരായി വലിയ പീഡനം നടക്കുന്നുവെന്നും, സാവൂൾ, പൗലോസിൻ്റെ മാനസാന്തരത്തിന് മുൻപ് സാവൂൾ എന്ന് ആണ് പൗലോസ് അറിയപ്പെട്ടിരുന്നത്. സാവൂൾ സഭയുടെ വലിയ ശത്രുവായിരുന്നു. സാവൂൾ സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുകയാണ്. അവിടെ ഈ സഭയെന്ന വാക്ക് അപ്പസ്തോല പ്രവർത്തനത്തിൽ ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ മുഴുവൻ സഭയെയുമാണ് പ്രതിനിധീകരിക്കുക. എല്ലാ സഭാവിശ്വാസികളെയും. ജെറുസലേമിലെ സഭ, നമുക്കറിയാം സഭ ജെറുസലേമിലാണ് ആരംഭിച്ചത്. ആ സഭയെ പീഡിപ്പിക്കുന്ന പൗലോസ്, അപ്പോൾ ഈ സഭാവിശ്വാസികളെ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവജനം, ആദിമ ക്രൈസ്തവ സമൂഹം, അതിനെയാണ് ഇവിടെ സഭയെന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുക. വീണ്ടും അപ്പസ്തോല പ്രവർത്തനം തന്നെ 9-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഈശോ പൗലോസിനോട് അല്ലെങ്കിൽ സാവൂളിനോട് ചോദിക്കുന്നുണ്ട്, സാവൂൾ സാവൂൾ നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? ഈശോ എന്നെ എന്നാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അവിടെ ഉദ്ദേശിക്കുക സഭ എന്നുള്ളതാണ്. ക്രിസ്തു തന്നെ സഭയോട് താരതമ്യപ്പെടുത്തുകയാണ്. സഭയെ പീഡിപ്പിക്കുമ്പോൾ തന്നെയാണ് പീഡിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തമാക്കുകയാണ്. സാവൂളിനോട് പറയുകയാണ്, നീ എന്നെ തന്നെ പീഡിപ്പിക്കുകയാണ്.
അപ്പോൾ സഭയെന്ന് പറഞ്ഞാൽ ക്രിസ്തു തന്നെയാണ്, അല്ലെങ്കിൽ ക്രിസ്തു സഭയാണ് എന്നുള്ള ആ വലിയ ആശയം ഇവിടെ പൗലോസ് മനസ്സാന്തരപ്പെടുന്നതിന് മുൻപ് ഈശോ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിക്കുകയാണ്. വീണ്ടും അപ്പസ്തോല പ്രവർത്തനം തന്നെ 22-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഈ മാർഗം എന്ന് പറഞ്ഞ് സഭ എന്നുള്ള അർത്ഥത്തിൽ ഈ മാർഗത്തിൽ 22-ാം അധ്യായം അപ്പസ്തോല പ്രവർത്തനത്തിലെ ഈ 4-ാം വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. പുരുഷന്മാരെയും സ്ത്രീകളെയും ബന്ധിച്ച് കാരാഗൃഹത്തിൽ അടച്ചുകൊണ്ട് ഈ മാർഗത്തെ നാമാവശേഷമാകത്തക്ക വിധം പീഡിപ്പിച്ചവനാണ് ഞാൻ. പൗലോസ് പിന്നീട് ഏറ്റുപറയുകയാണ്, ഈ മാർഗത്തെ പീഡിപ്പിച്ചവനാണ്, അല്ലെങ്കിൽ സഭയെ പീഡിപ്പിച്ചവരാണ്. സഭയെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ഈ മാർഗത്തെ എന്നുള്ളത്. ക്രിസ്തു മാർഗം, ക്രിസ്തുവിൻ്റെ അനുയായികൾ, ക്രിസ്തുവിനെ പിൻചൊല്ലുന്നവർ, ആ കൂട്ടായ്മയെ സഭയെന്ന് ഇവിടെ വ്യാഖ്യാനിക്കുകയാണ്. അപ്പോൾ പൗലോസ് തന്നെ പിന്നീട് പറഞ്ഞു വയ്ക്കുന്നതാണ് ഈ മാർഗത്തെ എന്ന് പറഞ്ഞ അദ്ദേഹം നേരത്തെ മനസ്സാന്തരപ്പെടുന്നതിന് മുൻപ്, ക്രൈസ്തവ വിശ്വാസിയാകുന്നതിന് മുൻപ്, യേശുവിൻ്റെ അപ്പസ്തോലനാകുന്നതിന് മുൻപ് സാവുൾ എന്നുള്ള പേരിൽ യഹൂദന്മാരുടെ നേതാവായി നിന്നുകൊണ്ട് സഭയെ പീഡിപ്പിച്ചിരുന്ന വ്യക്തിയാണ്. ഈ മാർഗത്തെ പീഡിപ്പിച്ചു, ക്രിസ്തു മാർഗത്തെ പീഡിപ്പിച്ചു. അത് സഭയെ പീഡിപ്പിക്കുന്നതിന് തുല്യമാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. വീണ്ടും തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. 1-ാം അധ്യായം 1-ാമത്തെ തിരുവചനത്തിൽ, തെസ്സലോനിക്ക ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ തീർച്ചയായും വളരെയേറെ പ്രധാനപ്പെട്ട ഒരാശയം. ദൈവത്തിൻ്റെ സഭകൾ എന്നാണ് പറയുക. പൗലോസും സിൽവാനോസും തിമോത്തിയോസും ചേർന്ന് പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള തെസ്സലോനിക്കക്കാരുടെ സഭയ്ക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കൃപയും സമാധാനവും. തെസ്സലോനിക്കായിലെ സഭയെന്ന് പറഞ്ഞ്, ദൈവത്തിൻ്റെ സഭകളെന്ന് പറഞ്ഞ് വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള സഭയെ സൂചിപ്പിക്കുവാനായിട്ട് സഭ എന്ന വാക്ക് ഉപയോഗിക്കുകയാണ്. അതോടൊപ്പം പ്രാദേശിക സഭ, 2 തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യവും ഇത് തന്നെയാണ് വീണ്ടും എടുത്തു പറയുക. അവിടെയും പ്രാദേശിക സഭ എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സഭയെന്നും പ്രാദേശിക സഭയെന്നും അവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. 2 തെസ്സലോനിക്ക 1:4 കാണുന്നതും അതുതന്നെയാണ്. ദൈവത്തിൻ്റെ സഭകളിൽ വെച്ച് ഞങ്ങൾ തന്നെ അഭിമാനിക്കാറുണ്ട്. വിശ്വാസത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഇവിടെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുക, നിങ്ങൾ ഇപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പീഡകളിലും ദുരിതങ്ങളിലും നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്ഥൈര്യത്തെയും വിശ്വാസത്തെയും കുറിച്ച് ദൈവത്തിൻ്റെ സഭകളിൽ വെച്ച് ഞങ്ങൾ തന്നെ അഭിമാനിക്കാറുണ്ട്. ദൈവത്തിൻ്റെ സഭകളെന്ന് ഉദ്ദേശിക്കുമ്പോൾ ഓരോ പ്രാദേശിക സഭയെയാണ്. അപ്പോൾ അത് ഈ സഭ എന്നുള്ള വാക്കിന് കൊടുക്കുന്ന വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളാണ്. തീർച്ചയായും പൗലോസിന് വളരെ വ്യക്തമായ ആശയം, സഭാവിജ്ഞാനീയത്തിൽ ഏറ്റവും ഉന്നതമായ അല്ലെങ്കിൽ വളരെ ആഴമുള്ള വിശദീകരണങ്ങൾ, ദൈവശാസ്ത്ര വിചിന്തനങ്ങൾ നൽകിയിരിക്കുന്ന ആളാണ് പൗലോസ് എന്ന് നമുക്ക് തന്നെ അറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയ ലേഖനങ്ങളിൽ ഈ സഭയെ വ്യത്യസ്തമായ രീതിയിൽ അദ്ദേഹം മനസ്സിലാക്കുകയും അത് ദൈവജനത്തിന് വിശദീകരിച്ച് കൊടുക്കുകയുമാണ്. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിലെല്ലാം, ഭൂരിഭാഗം ലേഖനങ്ങളിലും പ്രാദേശിക സഭ എന്നുള്ള അർത്ഥത്തിലാണ് സഭ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ, അതോടൊപ്പം തന്നെ കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യത്തിലുമൊക്കെ ഇത് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം എന്ന് പറയുന്നത്, എന്നോടുകൂടെയുള്ള എല്ലാ സഹോദരരും ഗലാത്യയിലെ സഭകൾക്ക് എഴുതുന്നത് എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ആ പ്രദേശത്തുള്ള എല്ലാ സഭകളെയും എല്ലാ വ്യക്തികളെയും അദ്ദേഹം ഉദ്ദേശിക്കുകയാണ്. ഗലാത്യയിലെ സഭകൾക്കെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പ്രദേശത്തെ ഗലാത്യയിലെ സഭ എന്ന് പറയുമ്പോൾ അവിടെയും വ്യത്യസ്ത പ്രദേശങ്ങളിൽ വീണ്ടും വ്യത്യസ്ത ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ സഭാ വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓരോ പ്രദേശത്തും നമുക്കറിയാം, അപ്പസ്തോലന്മാർ ചെന്ന് സഭ സ്ഥാപിക്കുകയും വീണ്ടും അത് അവിടെയുള്ള ദൈവജനത്തെയും അവരിലെ മൂപ്പന്മാരെയും പ്രധാനികളെയും ഒക്കെ ഏൽപ്പിച്ച് അടുത്ത സ്ഥലത്തേക്ക് അപ്പസ്തോലന്മാർ യാത്ര പുറപ്പെടുകയാണ്. പൗലോസൊക്കെ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ യഹൂദന്മാരുടെ ഇടയിലേക്കാൾ അധികമായി വിജാതിയരുടെ ഇടയിൽ
അദ്ദേഹം വചനം പ്രഘോഷിച്ച് സഭകൾ സ്ഥാപിച്ച് മുൻപോട്ട് പോയ വ്യക്തിയാണ് എന്ന് നമുക്കറിയാം. 2 കൊരിന്തോസുകാർക്കെതിരെ 2-ാം ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യവും ഇതുപോലെ തന്നെയാണ്. പ്രാദേശിക സഭയെ സൂചിപ്പിക്കുവാനായിട്ട് അദ്ദേഹം സഭ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുകയാണ്. പൗലോസിൻ്റെ എല്ലാ ലേഖനങ്ങളിലും ഈ ഒരു ആശയം കാണാം. എന്നാൽ റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ സഭ എന്ന വാക്ക് ഒരിടത്തും തന്നെ അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല. 16-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഉള്ളത് ഒഴിച്ച് അത് പിന്നീട് കൂട്ടിച്ചേർത്തത് ആണെന്നാണ് പണ്ഡിതന്മാർ പറയുക. റോമാലേഖനത്തിൽ കാണുന്നില്ല, പക്ഷേ 16-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്പോൾ നമുക്ക് കാണാം അത് അനുബന്ധമായി കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗമാണ്. അപ്പോൾ പൗലോസിൻ്റെ എല്ലാ ലേഖനങ്ങളിലും ഈ ആശയം നമുക്ക് കാണാൻ പറ്റും. പൗലോസിൻ്റെ സഭാവിജ്ഞാനീയം അത് അനുദിനം വികസിച്ച് വരുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. ആദ്യം അദ്ദേഹം കൊടുത്ത അർത്ഥമല്ല, കുറച്ചുകൂടി വിശാലമായ, അല്ലെങ്കിൽ ഒന്നുകൂടി സഭകൾ മുഴുവനെയും ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ സഭാവിശ്വാസികളുടെ ദൈവജനം മുഴുവനെയും ഉൾക്കൊള്ളുന്ന ആഗോള സഭ, ആ ഒരു ചിന്തയിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയാണ്. പൗലോസിൻ്റെ സഭാവിജ്ഞാനീയം വികസിക്കുന്നു. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം 5 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളിൽ ഈ ഒരു ആശയം നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം 5 മുതൽ 12 വരെയുള്ള ഭാഗങ്ങളിൽ ഈ ഒരാശയം സഭയുടെ അഭിവൃദ്ധിക്കായി പ്രവർത്തിക്കണമെന്ന് ദൈവജനം മുഴുവനെയും അദ്ദേഹം ആഹ്വാനം ചെയ്യുകയാണ്. ആ ഒരു വിശാലമായ അർത്ഥം, അല്ലെങ്കിൽ ആ ഒരു വികസനം, സഭാവിജ്ഞാനീയത്തിലുള്ള ദൈവശാസ്ത്രപരമായ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളിലുള്ള വികസനം നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. സഭ ക്രിസ്തു തന്നെ, അല്ലെങ്കിൽ അപ്പസ്തോല പ്രവർത്തനം 9-ാം അധ്യായം 4-ാം വാക്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പസ്തോല പ്രവർത്തനം 9-ാം അധ്യായം 4-ാം വാക്യം പൗലോസിൻ്റെ അല്ലെങ്കിൽ സാവൂളിൻ്റെ മാനസാന്തര അവസരത്തിൽ സംഭവിക്കുന്നത് സഭ ക്രിസ്തു തന്നെ, അല്ലെങ്കിൽ എന്നെ പീഡിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ സഭ ക്രിസ്തു തന്നെ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആശയം ആരംഭ കാലഘട്ടത്തിൽ അദ്ദേഹം സഭയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അനുയായിയായി തീരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ചിന്ത അപ്രകാരമായിരുന്നു. സഭ ക്രിസ്തു തന്നെയാണ്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ അബ്രാഹത്തിൻ്റെ സന്തതി എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. 3:9 പ്രത്യേകമായിട്ട് നമുക്ക് കാണാൻ പറ്റുക, ആകയാൽ വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രാഹത്തോടൊത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു. അബ്രാഹത്തിൻ്റെ സന്തതികളാണ് സഭയിലെ വിശ്വാസികളെന്ന് പൗലോസ് ശ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അബ്രാഹം നമുക്കറിയാം പഴയ നിയമ ജനതയുടെ പിതാവായിരുന്നു. അവരുടെ മാത്രമല്ല, എല്ലാ വിശ്വാസികളുടെയും പിതാവ് അബ്രാഹമാണ്. എല്ലാ വിശ്വാസികളുടെയും പിതാവ്. അപ്പോൾ പഴയ നിയമ ഇസ്രായേൽ ജനതയുടേത് തുടങ്ങി അവരെ കൂടെ ഉൾക്കൊള്ളുന്നതാണ് ഈ അബ്രാഹത്തിൻ്റെ പിതാവ് എന്ന് പറയുന്ന ആശയം. അബ്രാഹം എല്ലാ വിശ്വാസികളുടെയും പിതാവാണ്. അപ്പോൾ മറ്റുള്ളവരാൽ സ്ഥാപിതമാണ്. പൗലോസിന് തൻ്റെ മനസ്സിൽ വ്യക്തമായ ആശയമുണ്ടായിരുന്നു. സഭയെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന് അറിയാം സഭ മറ്റുള്ളവരാൽ സ്ഥാപിതവും അതോടൊപ്പം തന്നെ തൻ്റെ പ്രഘോഷണത്താലും സ്ഥാപിതമാണ്. പത്രോസും മറ്റ് ശിഷ്യന്മാരുമൊക്കെ ഈശോയോട് ചേർന്ന് ജീവിച്ച് ഈശോയുടെ മരണത്തിനും ഉത്ഥാനത്തിനും സ്വർഗാരോഹണത്തിനും ശേഷം പല സ്ഥലങ്ങളിലും പ്രസംഗിക്കുകയും വചനം പ്രഘോഷിക്കുകയും സഭയ്ക്ക് ആരംഭം കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒത്തിരിയേറെ ആളുകളെ മാമോദീസ മുക്കി സഭയിലേക്ക് കൊണ്ടുവന്നു, പല സഭാ സമൂഹങ്ങൾക്കും രൂപം കൊടുത്തു എന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ പൗലോസ് പറഞ്ഞു വയ്ക്കുക, മറ്റുള്ളവരാൽ സ്ഥാപിച്ച സഭകളുണ്ട്. തൻ്റെ പ്രഘോഷണത്താൽ വിജാതിയുടെ ഇടയിലാണ് അദ്ദേഹം കൂടുതലായിട്ട് പ്രവർത്തിച്ചത്. അങ്ങനെ സ്ഥാപിക്കപ്പെട്ട സഭകളുമുണ്ട്. അതും മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. പിന്നെ യഹൂദര് മാനസാന്തരപ്പെട്ട് വന്ന സഭാ വിഭാഗങ്ങളും അതോടൊപ്പം തന്നെ വിജാതീയ സഭാ വിഭാഗങ്ങളും എന്ന് പറയുന്നത് സഭയുടെ സാർവത്രിക സ്വഭാവത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് പൗലോസ് തൻ്റെ ആശയങ്ങൾ അവതരിപ്പിക്കുക. എന്തുതന്നെയായാലും ഇങ്ങനെ പ്രാദേശിക സഭകളെക്കുറിച്ച് അദ്ദേഹം പേരുകൾ എടുത്തു പറയുമ്പോഴും ഈ പറയുന്ന മറ്റുള്ളവരാൽ സ്ഥാപിതമായ സഭയും തൻ്റെ പ്രഘോഷണത്താൽ സ്ഥാപിതമായ സഭയും ഇത് ഒന്നിച്ചു ചേരുമ്പോഴാണ് ഈ സാർവത്രിക സഭ എന്നുള്ള ആശയം വരിക. ആ ആശയത്തിൽ അദ്ദേഹം അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. അത് പഠിപ്പിക്കുവാനായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. സഭയുടെ സാർവത്രിക സ്വഭാവത്തിൽ അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. സുവിശേഷം ജെറുസലേമിൻ്റെ അതിർത്തിയിൽ നിന്ന് മറ്റു ദേശങ്ങളിലേക്കും വ്യാപിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു.
കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 20-21 വചനങ്ങളതാ പറയുക. എല്ലാ സ്ഥലങ്ങളിലേക്കും ദൈവത്തിൻ്റെ വചനം വ്യാപിക്കണമെന്നുള്ള, എല്ലാവരും സഭയിൽ വിശ്വസിക്കണം, സാർവത്രിക സഭയെന്നുള്ള ലോകത്തിലുള്ള എല്ലാ ജനതയെയും ഉൾക്കൊള്ളുന്ന ആ ഒരാശയവും ചിന്തയും പൗലോസിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. ക്രിസ്തുവിൻ്റെ സുവിശേഷം ഒരു പുതിയ സമൂഹത്തിനുള്ള ആരംഭം കുറിക്കുന്നു. അത് ജാതി, വർഗ, വർണ്ണ വിവേചനങ്ങളെ അതിശയിക്കുന്നതാണ്. ഇതിൻ്റെ യുഗാന്ത്യോന്മുഖത പൗലോസിൻ്റെ ലേഖനങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇതെല്ലാം എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ജാതിയോ മതമോ വർഗമോ ഇതൊന്നും ക്രിസ്തുവിൻ്റെ സഭയെ സ്വാധീനിക്കുന്ന കാര്യങ്ങളല്ല, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ്. അവിടെ ഒരു തരംതിരിവില്ല എന്ന് പൗലോസ് അപ്പസ്തോലൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇത് യുഗാന്ത്യോന്മുഖത എന്ന് പറയുമ്പോൾ ഈ സഭയുടെ അവസാനം അല്ലെങ്കിൽ ലോകത്തിൻ്റെ അവസാനം, എല്ലാ മനുഷ്യരുടെയും അന്ത്യത്തെക്കുറിച്ച് കൂടി പൗലോസ് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സഭാവിജ്ഞാനിയും അദ്ദേഹം രൂപപ്പെടുത്തുക. ഹെബ്രായ ഭാഷയിൽ ഹഗാൽ എന്നാണ് സഭയെന്ന് പറയുന്ന വാക്കിന് ഉള്ള ഹീബ്രു വാക്ക്. ഹഗാൽ എന്ന് പറഞ്ഞാൽ ദൈവത്താൽ വിളിക്കപ്പെട്ട സമൂഹം എന്നാണ്. എക്ലേസ്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹം. ഹഗാൽ എന്ന് പറഞ്ഞാലും ദൈവത്താൽ വിളിക്കപ്പെട്ടവരുടെ സമൂഹം എന്നാണ് പറയുക. അവിടെ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 16-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ഇസ്രായേൽ എന്നെടുത്ത് പറഞ്ഞിരിക്കുന്നതായിട്ട്, ഗലാത്യ ലേഖനം 6-ാം അധ്യായം 16-ാമത്തെ തിരുവചനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ നിയമമനുസരിച്ച് വ്യാപരിക്കുന്ന എല്ലാവർക്കും, അതായത് ദൈവത്തിൻ്റെ ഇസ്രായേലിന് സമാധാനവും കാരുണ്യവും ഉണ്ടാകട്ടെ. സഭയിൽ വിശ്വസിക്കുന്നവരെ ദൈവത്തിൻ്റെ ഇസ്രായേൽ എന്ന് പഴയ നിയമ പ്രതീകം ഉപയോഗിച്ചുകൊണ്ട് പൗലോസ് ശ്ലീഹ സൂചിപ്പിക്കുന്നതായി, ചിത്രീകരിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് പറ്റുകയാണ്. അല്ലെങ്കിൽ 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നത് വിശ്വസിക്കുന്നവർ എന്നുള്ള വാക്കാണ്. അതിനാൽ വിശ്വാസമുള്ളവരാണ് അബ്രാഹത്തിൻ്റെ മക്കളെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ സഭാവിശ്വാസികളെക്കുറിച്ച് പറയുവാൻ, സഭയിലെ അംഗങ്ങളെക്കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുമ്പോൾ പൗലോസ് ഉപയോഗിക്കുന്ന മറ്റൊരു വാക്യമാണ് വിശ്വാസമുള്ളവർ, അവരാണ് അബ്രാഹത്തിൻ്റെ മക്കൾ അല്ലെങ്കിൽ സന്തതികൾ എന്ന് പറയുന്നത്. വിശ്വാസമില്ലാത്തവർ സഭയിലെ അംഗങ്ങളല്ല, അല്ലെങ്കിൽ അബ്രാഹത്തിൻ്റെ മക്കളല്ല. പ്രായോഗികമായി തൻ്റെ ജീവിതത്തിൽ വിശ്വാസമില്ലെങ്കിൽ അവർ സഭാംഗങ്ങളാണെന്ന് പറയാൻ പറ്റുകയില്ല എന്നുള്ളൊരു സൂചനയാണ് ഇവിടെ കാണുക. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ അബ്രാഹത്തിൻ്റെ സന്തതികളെല്ലാം വിശ്വാസമുള്ളവരാണ്. അതോടൊപ്പം മറ്റു ലേഖനങ്ങളിൽ അല്ലെങ്കിൽ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ, പ്രത്യേകിച്ച് ഇടയ ലേഖനങ്ങൾ ഒഴിച്ചുള്ള ലേഖനങ്ങളിൽ 58 പ്രാവശ്യം എക്ലേസ്യ എന്നുള്ള വാക്ക്, ഈ സഭയെന്നുള്ള വാക്ക് അദ്ദേഹം എടുത്തുപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇടയലേഖനങ്ങൾ ഒഴിച്ചുമുള്ള മറ്റ് ലേഖനങ്ങളിൽ 58 പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ഈ സഭയെന്നുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് കാണാം. കൂടുതലായിട്ട് നമുക്കറിയാം, പൗലോസ് പറയുമ്പോൾ അത് പ്രാദേശിക സ്വഭാവത്തെയാണ് കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്തിരുന്നത്. അതിനെ സൂചിപ്പിക്കുവാനായിട്ട് ഈ സാർവത്രികമായ സഭയെന്നുള്ള അല്ലെങ്കിൽ മുഴുവനായ സഭയെന്നുള്ള ആശയത്തേക്കാൾ അധികമായി പ്രാദേശിക സഭ സൂചിപ്പിക്കുന്ന അവസരത്തിലാണ് ഈ വാക്കും മാറി മാറി ഉപയോഗിച്ചിരിക്കുന്നത്. സഭ ജന്മമെടുക്കുക വചന ശുശ്രൂഷയിലൂടെയാണെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. സഭ ജന്മമെടുക്കുക, അതിന് ആരംഭം കുറിക്കുക. എവിടെയെങ്കിലും ഒരു സഭയുണ്ടാകുന്നുണ്ടെങ്കിൽ, ഒരു പുതിയ സഭയുണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആരംഭം എന്ന് പറയുന്നത് വചനപ്രഘോഷണമാണ്. വചനം പ്രഘോഷിക്കണം എല്ലാവരോടും. വചനം പ്രഘോഷിച്ചില്ലെങ്കിൽ എനിക്ക് ദുരിതമെന്ന് പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്. വചനം പ്രഘോഷിക്കുന്നതിൽ എനിക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ല, അതെൻ്റെ കടമയാണ് എന്ന് പൗലോസ് ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തു അദ്ദേഹത്തിന് ഈ വചനം നൽകി മനസ്സാന്തരത്തിലൂടെ, തിരിച്ചുവരവിലൂടെ പുതിയൊരു വ്യക്തിയായിട്ട് തീരുകയാണ്. യേശുവിൻ്റെ വചന പ്രഘോഷകനായി ലോകത്തിൻ്റെ അതിർത്തികൾ വരെ, പോയിട്ടില്ലാത്ത നാടുകളിൽ, എല്ലാ സ്ഥലങ്ങളിൽ പീഡനങ്ങൾ സഹിച്ചുകൊണ്ട്, ത്യാഗം സഹിച്ചുകൊണ്ട്, ദാരിദ്ര്യത്തിലും തണുപ്പിലും വെള്ളത്തിലും എല്ലാ സ്ഥലത്തും പൗലോസ് വചനത്തിന് സാക്ഷ്യം നൽകിക്കൊണ്ട്, വചനം പ്രഘോഷിച്ചുകൊണ്ട് ജീവിക്കുകയായിരുന്നു. പൗലോസിൻ്റെ ആ ഒരു തീഷ്ണമതിയായ പൗലോസ് എന്നാണ് പറയുക. പത്രോസ് ശ്ലീഹായും പൗലോസ് ശ്ലീഹായുമുണ്ട്. പത്രോസിനോട് ഈശോ ചോദിക്കുന്നുണ്ട് 3 പ്രാവശ്യം, നീ എന്നെ സ്നേഹിക്കുന്നുവോ, നീ എന്നെ സ്നേഹിക്കുന്നുവോ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. പത്രോസിൻ്റെ സ്നേഹവും
പൗലോസിൻ്റെ വലിയ തീഷ്ണതയും സഭയ്ക്കും നമുക്കെല്ലാവർക്കും വലിയ മാതൃകയാണ്. ഈശോയോടുള്ള ആ വലിയ തീഷ്ണത, സഭയോടുള്ള ആ വലിയ തീഷ്ണത, വിശ്വാസത്തോടുള്ള വലിയ തീഷ്ണത, അത് നമുക്കെല്ലാം മാതൃകയാണ്. അപ്പോൾ സഭയ്ക്ക് ജന്മം നൽകുവാൻ വചനപ്രഘോഷണം അത്യന്താപേക്ഷിതമാണ്. വചനം പ്രഘോഷിക്കപ്പെടണം, അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹമാണ്. എവിടെയും ഏത് സാഹചര്യത്തിലും വചനം പ്രഘോഷിക്കപ്പെടണമെന്നാണ് അദ്ദേഹം പറയുക. സഭ സംഘടനയോ സ്ഥാപനമോ അല്ല എന്ന് പൗലോസ് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളിൽ സഭയെ ഒരു സംഘടനയായിട്ടോ ഒരു സ്ഥാപനമായിട്ടോ ഒന്നും അദ്ദേഹം കാണുന്നില്ല. ദൈവത്തിൻ്റെ സഭ, വിശ്വാസികളുടെ കൂട്ടായ്മ, ഇസ്രായേൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇസ്രായേൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ദൈവികമായ ഒരു അർത്ഥത്തിൽ, ആത്മീയമായ ഒരർത്ഥത്തിൽ, ആന്തരികമായ അർത്ഥത്തിൽ സഭയെ കാണുവാൻ, സഭാ കൂട്ടായ്മയെ കാണുവാൻ, ദൈവജനത്തെ കാണുവാനായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 24-ാമത്തെ തിരുവചനത്തിൽ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. 5-ാം അധ്യായം 24-ാം വചനം വളരെ പ്രധാനപ്പെട്ടതാണ്. സഭ ക്രിസ്തുവിന് വിധേയയായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. സഭ ക്രിസ്തുവിന് വിധേയമാണ്, ക്രിസ്തുവിൻ്റേതാണ് സഭ. ആ ഒരാശയം പൗലോസിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ആ ഉദാഹരണങ്ങൾ, സഭ ക്രിസ്തുവിൻ്റേതായിരിക്കുന്നത് പോലെ, ക്രിസ്തുവിന് വിധേയമായിരിക്കുന്നത് പോലെ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വിധേയമായിരിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം അവരെ ഉപദേശിക്കുകയാണ്. ഭാര്യാഭർത്താക്കന്മാരെ ഉപദേശിക്കുകയാണ്. 5-ാം അധ്യായം, എഫേസൂസ് ലേഖനം 5-ാം അധ്യായം 23-ാം വാക്യത്തിൽ പൗലോസ് തന്നെ പറയുന്നുണ്ട്, ക്രിസ്തു സഭയുടെ ശിരസ്സാണ്. ക്രിസ്തു സഭയുടെ ശിരസ്സാണ്. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ഭാര്യാഭർത്താക്കന്മാരെ ഉപദേശിക്കുന്ന ഭാഗമാണ്. അവിടെ അദ്ദേഹം സഭയെക്കുറിച്ചുള്ള വലിയ ആശയം, ക്രിസ്തു തൻ്റെ ശരീരമാകുന്ന സഭയുടെ ശിരസ്സു തന്നെയാണ് എന്ന് പൗലോസ് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം സഭയിലെ അംഗങ്ങളെ അദ്ദേഹം വിശുദ്ധർ എന്നുള്ള വാക്കുപയോഗിച്ചാണ് വിളിക്കുക. വിശുദ്ധർ എന്നുള്ള വാക്ക് അദ്ദേഹത്തിൻ്റെ വലിയൊരു ആശയമാണ്. സഭാംഗങ്ങൾ എല്ലാവരും വിശുദ്ധരായി തീരേണ്ടവരാണ്, അല്ലെങ്കിൽ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. റോമാലേഖനത്തിൻ്റെ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ തന്നെ അത് കാണാനായിട്ട് പറ്റും. 40 പ്രാവശ്യം ഈ വിശുദ്ധർ എന്നുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് സഭയിലെ അംഗങ്ങളെ സൂചിപ്പിക്കുവാനായിട്ട്. ഹാഗിയോസ് അല്ലെങ്കിൽ പരിശുദ്ധി, സെയിൻസ് എന്ന് പറയുന്ന ആ വാക്ക്, ഇംഗ്ലീഷിലെ സെയിൻസ് എന്ന് പറയുന്ന ആ വാക്ക് തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുക. ഹാഗിയോസ് എന്നുള്ള ആ വാക്കിൻ്റെ അർത്ഥം, അതിൽ നിന്നാണ് ഈ വിശുദ്ധർ എന്നുള്ള വാക്ക് വരുന്നത്. പരിശുദ്ധി എന്ന് തന്നെയാണ്, പരിശുദ്ധി എന്ന് തന്നെയാണ് സൂചിപ്പിക്കുക. അപ്പോൾ സഭയിലെ അംഗങ്ങൾ, പരിശുദ്ധനായ ദൈവത്തിൻ്റെ സഭയിലെ അംഗങ്ങൾ പരിശുദ്ധിയുള്ളവരായിരിക്കണം, വിശുദ്ധരായിരിക്കണമെന്ന് പൗലോസ് ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള വലിയ ആശയമാണ് ക്രിസ്തുവിൻ്റെ സഭയെക്കുറിച്ച്, ദൈവത്തിൻ്റെ ജനത്തെക്കുറിച്ചുള്ള പൗലോസിൻ്റെ ആശയമാണ്. എഫേസൂസ് ലേഖനത്തിൽ സഭയെക്കുറിച്ച് കൂടുതൽ ആശയങ്ങൾ അദ്ദേഹം വിവരിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. എഫേസൂസ് ലേഖനത്തിൽ പല ഉപമകൾ അല്ലെങ്കിൽ പല രീതിയിൽ, പല പ്രതീകങ്ങളിലൂടെ അദ്ദേഹം സഭയ്ക്ക് ഒന്നുകൂടി വിശാലമായ ദൈവശാസ്ത്രപരമായ അടിസ്ഥാനം നൽകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഉപമകൾ, പ്രതിരൂപങ്ങൾ, പ്രതീകങ്ങൾ അദ്ദേഹം അവിടെ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓരോ ലേഖനങ്ങളിലും വ്യത്യസ്തമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഈ ആശയങ്ങൾ ഒന്നുകൂടി വിശാലമായി വികസിച്ച് രൂപപ്പെട്ടു വരുന്നതായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുകയാണ്. തീർച്ചയായും സഭയെ സംബന്ധിച്ചിടത്തോളം, സഭയിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പൗലോസിൻ്റെ ഈ ആശയങ്ങളെല്ലാം വളരെ സ്വീകാര്യമാണ്. അതനുസരിച്ച് ജീവിക്കാൻ അവർ കടപ്പെട്ടിരിക്കുകയാണ്. വിശുദ്ധ ജനമായി, ദൈവത്തിൻ്റെ ഇസ്രായേലായി, ദൈവത്തിൻ്റെ ജനമായി, അല്ലെങ്കിൽ സഭയെന്ന് പറഞ്ഞാൽ ദൈവജനമെന്നുള്ള വലിയ ആശയം, അതെല്ലാം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഓരോ ക്രിസ്ത്യാനിയും, സഭാംഗങ്ങൾ എല്ലാവരും ജീവിക്കാൻ ഇടവരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പൗലോസിൻ്റെ ആശയങ്ങൾ, അദ്ദേഹത്തിൻ്റെ തീഷ്ണത നമുക്കോരോരുത്തർക്കും പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കോഴ്സുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 70,
തലശ്ശേരി 670101. ടെലിഫോൺ 0490 2344727 2343707. ഇമെയിൽ alfits@gmail.com. വെബ്സൈറ്റ് www.alphathalassery.com. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673-528. ഫോൺ 0496 266 4600.